നമ്മൾ GP വഴി മരുന്ന് മേടിക്കുമ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഏകദേശം 10 പൗണ്ടോളം കൊടുക്കണം എന്നുള്ള കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ മരുന്ന് വേണ്ടവർക്ക് ഈ ഒരു മരുന്നിന് പൈസയ്ക്ക് തന്നെ എല്ലാ മരുന്നും ഫ്രീ ആയിട്ട് മേടിക്കാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതെ, ഒന്നിൽ കൂടുതൽ മരുന്ന് മേടിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ NHS പ്രീ പേയ്മെന്റ് പ്രിസ്ക്രിപ്ഷൻ, അതായത് NHS പ്രീ പേയ്മെന്റ് പ്ലാൻ എന്നൊരു പ്ലാൻ ഉണ്ട്. അതായത് നമുക്ക് ഏകദേശം ഒരു മാസം 10 പൗണ്ട് വെച്ച് നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റ് അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മരുന്നുണ്ടെങ്കിലും എല്ലാം വേറെ ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 10 പൗണ്ട് മാത്രമാണ് ചിലവാകുന്നത്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഒന്നിൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നവർക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം. അല്ലാതെ വല്ലപ്പോഴും ഒരു മരുന്ന് മേടിക്കുന്നവർക്ക് ഇതിനോട് യാതൊരു പ്രയോജനമില്ല. പകരം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മാസം ഒന്നിൽ കൂടുതൽ മരുന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രയോജനം നിങ്ങൾക്ക് ഭയങ്കര ലാഭകരമായിരിക്കും. കാരണം വേറെ പൈസ ഒന്നും മുടക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ സ്ഥിരമായി മരുന്ന് മേടിക്കുന്ന റിപ്പീറ്റ് പ്രിസ്ക്രിപ്ഷൻ വഴിയാണ് എല്ലാ മാസവും അല്ലെങ്കിൽ തുടർച്ചയായി മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും നമുക്കിപ്പോൾ ഓൺലൈൻ വഴി സംവിധാനമുണ്ട്. അതായത് എല്ലാവർക്കും അറിയാം GP ആപ്പ്, NHS ആപ്പ് വഴി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, എന്നിട്ട് സർജറി പോയി കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന് എടുത്ത് കളക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതല്ലാതെ വീട്ടിൽ കൊണ്ടുവരുന്ന സമ്പ്രദായമുണ്ട്, ഫാർമസി ടു യു എന്ന് പറയുന്ന ആപ്പ് വഴി. നമുക്ക് തികച്ചും സൗജന്യമാണ്. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ലിങ്ക് ചെയ്യുക നമ്മുടെ GP ഇതുമായിട്ട്. അതിനുശേഷം നമ്മൾ അവരുടെ ആപ്പിൽ കയറി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ, റിപ്പീറ്റ് പ്രിസ്ക്രിപ്ഷൻ ഓർഡർ ചെയ്യാം. അത് നമുക്ക് കൃത്യമായിട്ട് 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്തുകൊള്ളും. 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു മരുന്ന് ആന്റിബയോട്ടിക് വെയിറ്റ് ചെയ്യാനായി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും ഈ ഫാർമസി ടു യു വഴി വിടരുത്. അത് പ്രത്യേകം GP വഴി പറയണം, ഫാർമസിയിലേക്ക് വിടാൻ പറയണം. അങ്ങനെ ആകുമ്പോൾ ഫാർമസിയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. മറിച്ച് ഫാർമസി ടു യു വഴി വന്നു കഴിഞ്ഞാൽ അത് 2-3 ദിവസം താമസിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളം ആ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ. ഇത് കൂടാതെ ഈ പ്രിസ്ക്രിപ്ഷൻ ചാർജ് എക്സംപ്റ്റ് ആവുന്ന കുറച്ച് വഴികളുണ്ട്. അതായത് കുട്ടികൾക്ക് 16 വയസ്സ് വരെ ഫ്രീ ആണ്. 60 വയസ്സിന് ശേഷവും NHS ചാർജ് തികച്ചും സൗജന്യമാണ്. ഡിസബിലിറ്റി പോലുള്ള ഒത്തിരി ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ളവർക്കെല്ലാം സൗജന്യമാണ്. കൂടാതെ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, ഡയബറ്റീസ് തുടങ്ങിയ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ്, ലോങ് ടൈം കണ്ടീഷൻസ്, അതിനൊക്കെ സൗജന്യമായിരിക്കും. പക്ഷെ അതൊക്കെ പബ്ലിക് ഫണ്ടാണ്, അതായത് PR ശേഷമാണ് അതൊക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ NHS നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന മറ്റൊരു എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള സംഭവം എന്ന് പറയുന്നത് ഇതാണ്, മെറ്റേണിറ്റിയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മെറ്റേണിറ്റി കവറിൽ കുട്ടിക്ക് 1 വയസ്സാകുന്നത് വരെ മെറ്റേണിറ്റിയിൽ പ്രിസ്ക്രിപ്ഷൻ സൗജന്യമാണ്. പക്ഷെ അതിന് എൻ്റെ അറിവിൽ അത് പബ്ലിക് ഫണ്ട് അല്ല, മെറ്റേണിറ്റി ഇതിൽ ബാധിക്കുന്നതല്ല. പക്ഷെ അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ഫണ്ടുകളെല്ലാം പബ്ലിക് ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് PR ആയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള ഫണ്ടുകളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫണ്ടുകളെല്ലാം ഉപയോഗിക്കും മുമ്പ് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. BRP വിസയിൽ വർക്ക് പെർമിറ്റിൽ അങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ ഇതൊന്നും എടുക്കാൻ സാധ്യമല്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ PR സമയത്ത് അല്ലെങ്കിൽ പിന്നീട് അത് പണി വരും. അത് മാത്രമല്ല പ്രിസ്ക്രിപ്ഷൻ ചാർജ്